പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിലാവുക, ശ്രദ്ധിക്കുക, അള്ളാന്റെ ഹബീബിന്റെ സനായിനെ പെരുപ്പിക്കുക. അൽഹംദുലില്ലാ 1000 വട്ടെങ്കിലും എല്ലാ ദിവസവും ചെല്ലാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും റമദാൻ കഴിയുന്നത് വരെ അൽഹംദുലില്ലാ 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 എല്ലാ ദിവസവും. എന്തുകൊണ്ട്? ജഅലനാ മിനൽ മുസ്ലിമീൻ, അള്ളാഹ് നമ്മൾ ആരാക്കിയില്ലേ? മുസ്ലിമാക്കിയില്ലേ? ഈ റമദാൻ കഴിയുന്നത് വരെ പിന്നെ തുടർന്നോളൂ. ഒരു നിർബന്ധമായി പിടിക്കുക. എന്ത്? അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. ഒരു വളരെ കുറഞ്ഞ നേരം കൂടെ അത് ചെയ്തു തീർക്കുക. ദാരിദ്ര്യം ഉണ്ടാവില്ല. അൽഹംദുലില്ലാ 1000 വട്ടം ദിവസം ചെല്ലിയ ദാരിദ്ര്യം ഉണ്ടാവില്ല. 10-15 മിനിറ്റ് മതി. 15 മിനിറ്റ്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ, ദുആകളിൽ ഏറ്റവും വലിയ ദുആ അൽഹംദുലില്ലയാണ്. മുഹമ്മദ് മുസ്തഫ ലഇൻ ശകർതും ലഅസീദന്നകും, ഇത് നന്ദിയുടെ വാക്കാണ്. നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഖൈർ കൂട്ടിത്തരുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഖാലല്ലാഹു അസ്സ വജൽ. അൽഹംദുലില്ലാ കലിമത്തു ശുക്രി. അൽഹംദുലില്ലാ എന്ത് വാക്കാണ്? ശുക്രിന്റെ വാക്കാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ ഖൈറിനെ കൂട്ടിത്തരാം. അല്ലാഹു പറഞ്ഞല്ലേ 1000 വട്ടം അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യാസ്തമയത്തിന് 100 വട്ടം അൽഹംദുലില്ലാ 100 ഒട്ടകം കഅബാലയത്തിന്റെ അടുത്ത് ദാനം ചെയ്ത കൂലിയാണ്. സുബ്ഹാനല്ലാഹ് എന്താണ്? അൽഹംദുലില്ലാ ഉണ്ട്. ഭാഗ്യക്കാരല്ലേ നിങ്ങൾ. ഇന്ന് കഅബാലയത്തിനകത്ത് 100 ഒട്ടകം കൊടുത്തിരുന്നു. 100 ഒട്ടകം കഅബാലയത്തിന്റെ അടുത്ത് ദാനം ചെയ്ത കൂലിയാണ്. ഉദയത്തിന് മുമ്പ് 100 വട്ടം സുബ്ഹാനല്ലാഹ് 100ഉം അൽഹംദുലില്ലാ 100. കഅബാലയത്തിനടുക്കൽ 100 ഒട്ടകം വെറുതെ കൊടുത്ത കൂലിയ, സ്വതക്ക കൊടുത്ത കൂലിയ. ബഹുമാനപ്പെട്ട ഹറമിൽ വെച്ചിട്ട് കഅബാലയത്തിന്റെ പരിസരത്ത് 100 ഒട്ടകം വെറുതെ കൊടുത്ത കൂലിയ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ 100 ചെല്ലിയാൽ. പക്ഷെ എന്തായിരിക്കണം? ഉദയത്തിന് മുമ്പായിരിക്കണം, മഗ്‌രിബിനെ അസ്തമിക്കുന്ന മുമ്പായിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകും. അല്ലാഹു തആല നമുക്കൊക്കെ ഭംഗിയാക്കി തരട്ടെ. വലിയ നിഅമത്തും കിട്ടാൻ വേണ്ടി ആരും ആഗ്രഹിക്കണ്ട. പൈസയൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹിനെ മറന്നൂലേ? നമുക്ക് പൈസ കൂടണ്ട, കുറയും വേണ്ട. എനിക്കേതായാലും പൈസ കൂടുതൽ ആവശ്യമില്ല, കുറച്ച് പൈസ ആവശ്യം. അങ്ങനെ ഒത്തുപോകും, അത്ര തന്നെ. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്നറിയോ? നമുക്ക് അള്ളാഹിന് ബോധം ഉണ്ടാവില്ല, നമ്മളെ കുട്ടികൾക്ക് അള്ളാഹിന് ബോധം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നമ്മൾ സുന്നികളാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു മങ്കൂസ് മൗലൂദ് എല്ലാ രാത്രിയും, അല്ലെങ്കിൽ സുബഹിന്റെ ശേഷം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അഫ്ളൽ സനാഉ റസൂലില്ലാ. അത് കഴിഞ്ഞിട്ട് തറാവീന് പോയാൽ മതി. ആ പൊരയിൽ സ്വകാര്യ രീതിയിൽ കളി, അല്ലെങ്കിൽ കുട്ടികളെ കൂടി നോമ്പ് പറഞ്ഞ് ഒരു മങ്കൂസ് മൗലൂദ് ഫുള്ളായിട്ട്. ഫുള്ളല്ലാത്ത മങ്കൂസ് ഇല്ല. ആയിക്കോട്ടെ കുട്ടി, എന്നാ വേറെ നേരായി കളി. നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യ മക്കളൊക്കെ കൂടി ഒരു മങ്കൂസ്, അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്കൊരു അത്യാവശ്യം ഓതുന്ന ഒരു സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഓടിക്കളി. വേഗം എന്ത് ചെയ്ത്, അല്ലെങ്കിൽ ഇതൊരു ചിട്ടയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. സുബഹിന്റെ ദുആ അത് കഴിഞ്ഞാൽ പള്ളിയിലാണെങ്കിൽ അങ്ങനെ, പുരയിലാണെങ്കിൽ അങ്ങനെ, പെണ്ണുങ്ങളോടും കുട്ടികളോടും പറയാ അങ്ങനെ. ഇതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ നടക്കരുത്. സുബ്ഹാന മൗലിദ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മങ്കൂസ് ഓതുന്നതിന്റെ ഒരു 4 ഇരട്ടി നേരം ഇരുന്നാലേ എന്ത് തീരൂ. എന്നിട്ട് അവരുടെ പൊങ്കാമികളും ആലിമീങ്ങളും ഒക്കെ എന്ത് ചെയ്യും? സുബ്ഹാന മൗലിദ് തുടങ്ങിയാൽ അത് തീർത്തിട്ടേ വേറെ പണിയെടുക്കുള്ളൂ. അതാണ് പറഞ്ഞത്. തമിഴ്നാട്ടിലെ ആയത്താ, പഴയ കാലത്ത് നമ്മളെ നാട്ടിലെ ആയത്താ. അതിനെ ചുരുക്കിയതാണ് എന്ത്? മങ്കൂസ് നമ്മൾ ചുരുക്കുകയാണെങ്കിൽ ഇവനെ വേണ്ട. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മങ്കൂസ് ഓടുക, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു 100 വട്ടം ചൊല്ലി ഇങ്ങനെ ചൊല്ലിപ്പോയി ഓരോ സൂറത്തും കഴിഞ്ഞു ചൊല്ലിയിട്ട് വാർക്കും. അതാ പറഞ്ഞ നേരാണ്. അത് പഴയകാല ഉറുഫാണ്, ആദത്താണ്. ഇതിനൊക്കെ വലിയ കൂലിയുണ്ടും. 4 കലിമാത്തിന് അഫ്ളലു ബഅദൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന 4 കലിമത്താണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പൊ അതൊക്കെ അത്തരം ചിട്ടവട്ടങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മങ്കൂസ് മൗലൂദ് ഓതിയിരിക്കണം. അത് റമളാനിൽ ദായിമാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിത്യജീവിതത്തിൽ ദായിമാക്കുക. അതൊക്കെ നിത്യജീവിതത്തിൽ ദായിമാക്കുക. അതൊക്കെ നമ്മളെ ക്ലാസ് കൊണ്ട് ലക്ഷ്യം. അല്ല, നമ്മളെ ക്ലാസ്സിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് എന്ത്? മങ്കൂസ് മൗലൂദ് ദായിമാക്കി വിടുക. സനാഉ റസൂലില്ലാ, പറ സനാഉ റസൂലില്ലാ, സനാഉ റസൂലില്ലാ. ഖുർആനും മുത്തുനബിയും നോക്കിയാൽ അഫ്ളൽ ഏതാണ്? മുത്തുനബിയാ. ഖുർആനും മുത്തുനബിയും നോക്കിയാൽ മുഅ്മിനീന് അൻഫായ കാര്യം
മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഖുർആൻ നിസാരമാണോ? അല്ല. മുത്തുനബിയിലൂടെ അല്ലാതെ വന്നാൽ ഖുർആൻ കൊണ്ട് പേക്കും. മുത്തുനബി കൊണ്ട് ഒരു കാലത്തും പേക്കൂല. മുത്തുനബിയെ കൂട്ടിയാലേ ഖുർആൻ നേരെയാവുള്ളൂ, ഇല്ലെങ്കിലോ പേക്കും. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. മുത്തുനബി കൊണ്ട് പേക്കുന്നു. അള്ളാഹുവിന്റെ ദീനിനെ തള്ളണോരാദ്യം ആരെ ഒഴിവാക്കുക? ഖുർആൻ ഒരിക്കലും ഒഴിവാക്കൂല. കാരണം ഏത് കാഫിറിനും ഖുർആൻ ഉപയോഗിക്കാൻ കഴിയും, മുത്തുനബിനെ ഉപയോഗിക്കാൻ കഴിയും. അള്ളാന്റെ ദീനിനെ നശിപ്പിക്കാൻ നോക്കണവർ ആദ്യം ആരാണ് ഒഴിവാക്കുക? മുത്തുനബിനെ അല്ലടോ. ഖുർആൻ ഇവിടെ ഏത് കാഫിറിനും ഒഴിവാക്കേണ്ടി വരില്ല. അവർക്ക് പറ്റിയ പോലത്തിന് എന്ത് ചെയ്യും? മേനെ നോക്കും. മുത്തുനബിയോ അത് നടക്കൂല. മുത്തുനബി ഖുർആനാണ്, ഖുർആനും ഖുർആൻ. എന്താ വ്യത്യാസം? ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഒന്ന് ഖൽഖാണ്, ഒന്ന് റബ്ബിന്റെ കലാമാണ്. ഇത് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. നബിയും ഖുർആൻ വ്യത്യാസം ഉണ്ടാവില്ല. ഒന്ന് തിയറിയാണ്, ഒന്ന് പ്രാക്ടിക്കലാണ്. ഖുർആന്റെ പ്രാക്ടിക്കലാണ് ആര്? റസൂലുള്ളാഹ്. ഖുർആന്റെ തിയറിയാണ് എന്ത്? കലിമാത്ത്. ഫാത്തിഹ മുതൽ നാസ് വരെയുള്ളത് എന്താണ്? ഖുർആന്റെ തിയറിയാ. തിയറിയെ ചിലപ്പോൾ സാധാരണ ജനങ്ങൾക്ക് പ്രയോഗവൽക്കരിക്കാൻ കഴിയും, പക്ഷെ പ്രാക്ടിക്കലിനെ എന്നും പ്രയോഗവൽക്കരിക്കാൻ കഴിയും. എത്ര തിയറി പഠിച്ചാലും പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റില്ല. സത്യല്ലേ? പറയും സത്യല്ലേ? MBBS ഫസ്റ്റ് ക്ലാസ് ആയി പാസ്സായി, പക്ഷേ എന്ത് വേണം? ഔസർജൻസി വേണം. ഇല്ലെങ്കിൽ അതാണ് തിയറി പ്രാക്ടിക്കലും വ്യത്യാസം. ഖുർആനും ഖുർആനാണ്, നബിയും മുഹമ്മദ് മുസ്തഫ ഖുർആനാണ്. അതെന്ത് ഖുർആൻ? പ്രാക്ടിക്കൽ ഓഫ് ഖുർആൻ. കൈഫ കാന ഖുലുഖു റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ സ്വഭാവം എങ്ങനെയുണ്ടായിരുന്നു? എന്നാ മറുപടി? കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനിൽ നിന്നായിരുന്നു എന്നാണോ ആയിഷ ബീബി പറഞ്ഞത്? അല്ലടാ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പോൾ പ്രാക്ടിക്കൽ ഓഫ് ഖുർആനാണ് ആര്? മുഹമ്മദ് മുസ്തഫ. പ്രാക്ടിക്കലിനെ പേപ്പിക്കാൻ കഴിയില്ല, തിയറിയെ പേപ്പിക്കാൻ. അതുകൊണ്ടാണ് തിയറിയിൽ യുളിലുണ്ടായത്, പ്രാക്ടിക്കലിൽ യുളിലുണ്ടാവില്ല. ഖുർആൻ ആകെ തൊപ്പിയാൽ മുഹമ്മദ് നബി ഒരാളെ പേപ്പിക്കും എന്നില്ല. മുഹമ്മദ് നബിയുടെ ശിഷ്യൻ പേപ്പിക്കുന്നില്ല. ഖുർആൻ പഠിച്ചോൻ പേപ്പിക്കുന്നുമല്ല, ഖുർആൻ പേപ്പിക്കുമെന്നായത്. മുഹമ്മദ് മുസ്തഫ ശിഷ്യൻ പേപ്പിക്കും എന്നൊരായത്ത് ഖുർആനിൽ ഇല്ലടാ. അതാണ് സുന്നി. അതിനാണ് സുന്നി. അത് തലേക്കട കയറാം. അത് കുറച്ച് പണിയാ. അവിടെ കേറിയാ സുന്നിയായി. പിന്നെയാണ് മരിച്ചോ. നമ്മൾ എന്ത് ചെയ്യണം? റമളാൻ മാസമാണെങ്കിലും നമ്മൾ മങ്കൂസ് മൗലൂദ് ഓടണം. നമുക്ക് വലിയ കാര്യം എന്തെന്നെയാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ മങ്കൂസ് ഓടിയാലേ ഈ ഖുർആൻ നമുക്ക് അങ്ങോട്ട് കയറി കിട്ടുള്ളൂ. കാരണം എന്തേ? ഈ ഖുർആൻ നമുക്ക് ഖുർആനാക്കി തന്നത് ആരാണ്? മുഹമ്മദ് മുസ്തഫയാണ്. അങ്ങനെ ജീവിക്കാൻ കാണിച്ചത് മുഹമ്മദ് മുസ്തഫയാണ്. ആ ഖുർആന്റെ അലിഫ് എന്ന വാക്യം നമ്മൾ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നാവിലൂടെ വന്നതാണ്. നമ്മളെ ഉത്തരവാദിയല്ല. അല്ലാഹു അതൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. صلاة تفتح لنا بها أبواب الرضا والتيسير وتغلق بها عنا أبواب الشر والتعسير وتكون لنا بها وليا ونصيرا. أنت ولينا ومولانا فنعم المولى ونعم النصير.